ഹായ് ഡിയർ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മസാല ചായയുടെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ നാട്ടിൽ നല്ല മഴയാണ്. അപ്പോൾ മഴയത്തൊക്കെ നമുക്ക് വെറൈറ്റി ചായ കുടിക്കാൻ തോന്നുമ്പോൾ ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ്, എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ രുചിയിൽ മസാല ചായ വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇടികല്ല് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 4 ഏലക്ക, 2 ഗ്രാമ്പു, 1 തക്കോലം, 4 കുരുമുളക്, 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി, 1/2 ഇഞ്ച് കഷ്ണം പട്ട, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. പട്ടയുടെ അളവൊന്നും കൂടിപ്പോകരുത്, എന്നാൽ ചായക്ക് വേറെ ടേസ്റ്റ് ആയി പോകും കേട്ടോ. അപ്പോൾ ഇതാ ചതച്ചെടുത്തിട്ടുണ്ട്, ഇത് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന കപ്പ് 240 ml ആണ്. ഇതിലോട്ട് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്നത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചു വരണം. തീ മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. 1 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി ചായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 4 ടീസ്പൂൺ ചായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല കടുപ്പം കാണും കേട്ടോ. ഇത്രയും കടുപ്പമൊന്നും വേണ്ടാന്നുള്ളവർക്ക് 2 ടീസ്പൂണോ എല്ലാം ചേർത്താൽ മതി. 1 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കാത്ത നല്ല കട്ടി പാലാണ്. തീ സിമ്മിൻ്റെ മീഡിയത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് കൊടുക്കുക. ഇനി പാലൊന്ന് തിളച്ച് വരണം. പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്, തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് അരിച്ചു കൊടുക്കണം, മധുരവും ചേർക്കണം. അപ്പോൾ 1 കപ്പിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കപ്പിന് ഏകദേശം 1.5 ടീസ്പൂണോളൊക്കെ പഞ്ചസാര മതിയാവും. അപ്പോൾ പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇതിലോട്ട് നമുക്ക് ചായ അരിച്ചൊഴിച്ചു കൊടുക്കാം. തീ ഓഫ് ചെയ്ത ഉടനെ തന്നെ ചായ അരിച്ചെടുക്കണം. കുറേ നേരം വെച്ചിരുന്നാൽ ചായക്കറ ഇറങ്ങിയിട്ട് കയ്പ്പ് ടേസ്റ്റ് വരും. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ആറ്റിയെടുക്കണം. മിനിമം ഒരു 7 പ്രാവശ്യമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആറ്റിയെടുക്കാം കേട്ടോ. അപ്പോഴാണ് ചായക്ക് ടേസ്റ്റ് കൂടുന്നത്. ചായ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചൂട് മസാല ചായ റെഡി ആയിട്ടുണ്ട്. ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ചായയുടെ കൂടെ ബിസ്ക്കറ്റാണ് വെച്ചിരിക്കുന്നത്. ഓവൻ ഇല്ലാതെ വെറും 3 ചേരുവകൾ കൊണ്ട് തയ്യാറാക്കിയെടുത്ത ബിസ്ക്കറ്റാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.